ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശ നയം രൂപീകരിക്കുന്നതിൽ ഒരു റോളുണ്ട്. ആ റോൾ ഒരുപക്ഷെ ഡയറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിരിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ, എന്ത് സ്വാധീനമാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശ നയത്തിലുള്ളത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡിഫൈൻ ചെയ്യുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. അങ്ങനെ ആകെപ്പാടെ 36ഓളം യൂണിറ്റുകളുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ അല്ല ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വിദേശ നയത്തെ സ്വാധീനിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ രാഷ്ട്രീയപരമായ താല്പര്യങ്ങളുണ്ടാവാം, സാമ്പത്തികപരമായ താല്പര്യങ്ങളുണ്ട്, അതുപോലെ സൈനികപരമായ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നിർണ്ണയിക്കുന്നതിൽ ചില സംസ്ഥാനങ്ങൾക്ക് അതിന് പല കാരണങ്ങളുണ്ട്, വളരെയധികം റോളുണ്ട് ചരിത്രപരമായിട്ട്, ഇന്നുമുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഇനി എങ്ങനെയാണ് ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം വിദേശ നയത്തിലും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലും സ്വാധീനം വരുന്നത്? അതിന് പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഇതൊക്കെ അതിർത്തി സംസ്ഥാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അതിർത്തി തർക്കം ഉള്ള ഒരു ഏരിയ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഫോറിൻ പോളിസിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആവും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പല ഉദാഹരണങ്ങളും കാണാൻ പറ്റും. അല്ലെങ്കിൽ ചില ഫീച്ചേഴ്സ്, ഇപ്പോൾ ചില നദികൾ ഇന്ന സ്റ്റേറ്റിൽ കൂടെ പോയിട്ട് വേറെ രാജ്യത്തേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ വേറൊരു രാജ്യത്തു നിന്ന് വന്ന് ഇന്ന സ്റ്റേറ്റുകളായിരിക്കും ബാധിക്കുന്നത്. ആ രീതിയിൽ നദികളടക്കമുള്ള ഫീച്ചർ ഇൻ്റർനാഷണൽ റിലേഷൻസിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന വംശീയ ഗ്രൂപ്പുകൾ, അതായത് ചില പ്രത്യേക വംശം ഇന്ത്യയിലും ബാക്കി രാജ്യങ്ങളിലുമായിട്ടുണ്ടാവും. അപ്പോൾ ആ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടുമുള്ള ആൾക്കാർക്ക് പരസ്പരം വ്യാപാരവും വാണിജ്യവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എത്നിക് കിൻഷിപ്പ് എന്ന് പറയും, അതുണ്ടാവും. ചിലപ്പോൾ ഒരേ ഭാഷ സംസാരിക്കുന്നവരോ ഒക്കെ ആവാം. അതിൻ്റെ ഉദാഹരണം നമ്മൾ ഇതിൽ വരും. ഇനി ഇതല്ലെങ്കിൽ ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ചില സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ടാവും. അതിന് സഹായം ചിലപ്പോൾ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ വരുന്നത് അയൽ രാജ്യങ്ങളിൽ നിന്നായിരിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തികൾ ചില വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ടാവും. അപ്പോൾ ആ വിദേശ രാജ്യങ്ങളും ആ സംസ്ഥാനവും തമ്മിലൊരു ബന്ധമുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വൈഡർ ഫ്രെയിം വർക്ക്. ഇനി നമുക്ക് ഇന്ത്യയുടെ പൊക്കത്ത് നിന്ന് തന്നെ വരാം. ജമ്മു കാശ്മീർ. അപ്പോൾ ഇന്ത്യയുടെ ഒരു കിരീടം പോലത്തെ സ്ഥലമാണത് ജമ്മു കാശ്മീർ. നമുക്ക് മാപ്പിൽ കാണാം. പ്രധാനമായും ജമ്മു കാശ്മീർ ഇന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു വലിയ ഘടകമാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള തർക്കം വലിയൊരു ഘടകമാണ്. അപ്പോൾ ജമ്മു കാശ്മീരിൽ വലിയൊരു ഭാഗം, ഏകദേശം ഒരു 40%, അതായത് പാക് അധീന കാശ്മീരും വടക്കൻ പ്രവിശ്യകളും ഇന്നും പാകിസ്ഥാൻ്റെ ഇല്ലീഗൽ ഒക്യുപ്പേഷനിലാണ്. അപ്പോൾ അത് ഇന്ത്യയിലേക്ക് വരണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അപ്പോൾ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെ എന്നും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ സപ്പോർട്ടുള്ള ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ജമ്മു കാശ്മീരിലേക്ക് എപ്പോഴും നുഴഞ്ഞു കയറാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ വെടിനിർത്തൽ ലംഘനം ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു 2-3 യുദ്ധം തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജമ്മു കാശ്മീർ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്റ്റേറ്റാണ്. ജമ്മു കാശ്മീർ ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ടും അതുപോലെ ചൈനയുമായിട്ടുള്ള ബന്ധത്തെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ പല നദികളും ജമ്മു കാശ്മീരിൽ നിന്ന് പോയിട്ട് പിന്നെ പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. ഇൻഡസ് റിവർ അല്ലെങ്കിൽ സിന്ധു നദി അടക്കം. അപ്പോൾ അങ്ങനെ ജമ്മു കാശ്മീർ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്റ്റേറ്റ്, ഒരു UT ആണ്. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും തമ്മിൽ ബന്ധത്തെ വളരെ ശക്തമായിട്ട്, അപ്പോൾ ഇന്ത്യയുടെ സുരക്ഷയെ ഒക്കെ വളരെ ശക്തമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ളൊരു സംസ്ഥാനമാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബ്. അപ്പോൾ പഞ്ചാബിൽ ഇന്ത്യക്ക് അതിർത്തി തർക്കമൊന്നുമില്ല. പക്ഷെ നോക്കുകയാണെങ്കിൽ പഞ്ചാബ് ബോർഡർ ഷെയർ ചെയ്യുന്ന പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള മയക്കുമരുന്ന് മാഫിയകളുടെ അടക്കം ശക്തമായ പ്രവർത്തനം പഞ്ചാബിലുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ബോളിവുഡ് സിനിമയായ ഉടുത്ത പഞ്ചാബ് അത് എടുത്തു കാട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചാബിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഒരു കാലത്ത് ഖലിസ്ഥാൻ വാദം വളരെ ശക്തമായിരുന്നു, അത് പിന്നീട് അടിച്ചമർത്തപ്പെട്ടു, ഇന്നത് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പഞ്ചാബ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ബന്ധത്തെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ഇവിടുത്തെ പല നദികളും പഞ്ചാബിലൂടെ ഒഴുകി പിന്നീട് പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നദീപരമായ കാര്യങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പഞ്ചാബിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പഞ്ചാബികൾ ധാരാളം, അതായത് ലക്ഷക്കണക്കിന് പഞ്ചാബികൾ കാനഡ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇന്ത്യ കാനഡ ബന്ധം വരുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടുത്തെ പഞ്ചാബി സിറ്റിസൺസിൻ്റെ കാര്യം വരാറുണ്ട്. ഇനി നമ്മൾ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ നോക്കുകയാണെങ്കിൽ കാശ്മീരിലൊക്കെ ചെറിയ വിഭാഗം ആൾക്കാർക്ക് പാകിസ്ഥാനിൽ കുടുംബവും ഒക്കെ ഉണ്ട്.
അപ്പോൾ ഈ രീതിയിൽ പഞ്ചാബും കാശ്മീരും ഇന്ത്യയുടെ വിദേശ നയത്തെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചാബ് ഇന്ത്യയുടെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തെയാണ് സ്വാധീനിക്കുന്നത്. ഇനി ഒന്ന് ലഡാക്ക്. അപ്പോൾ കാശ്മീരിൻ്റെ അടുത്ത് തന്നെ ലഡാക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയാണ്. അപ്പോൾ ലഡാക്ക് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് യൂണിയൻ ടെറിട്ടറിയാണ്. ലഡാക്കിൻ്റെ വിഷയത്തിൽ നമുക്ക് ചൈനയായിട്ട് അതിർത്തി തർക്കമുണ്ട്. അപ്പോൾ ചൈനയായിട്ടുള്ള ബന്ധത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കണ ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ലഡാക്ക്. അപ്പോൾ അവിടെ ഇപ്പോൾ കറണ്ട് അതിർത്തി പ്രശ്നങ്ങളുണ്ട്, ചൈനയുടെ കയ്യേറ്റമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്റ്റേറ്റാണ് ലഡാക്ക്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത്, ഇനി നമുക്കൊന്ന് തെക്കോട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ മധ്യപ്രദേശോ ഒഡീഷയോ ഛത്തീസ്ഗഡോ ഒന്നും ഇന്ത്യൻ വിദേശനയത്തെ അത്ര ശക്തമായിട്ട് സ്വാധീനിക്കുന്നില്ല. ഇനി നമ്മൾ ഡൗൺ സൗത്ത് വരുവാണെങ്കിൽ കേരളത്തിന് ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് കാരണം? കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റെമിറ്റൻസ് ബേസ്ഡ് എക്കോണമിയാണ്. അതായത് ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ പല തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ട്. അവരെ അയച്ചു തരുന്ന ആ പ്രവാസികളുടെ റെമിറ്റൻസ് ആണ് കേരള സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി മലയാളികളുടെ ഒരു പ്രവാസം നോക്കുകയാണെങ്കിൽ നമുക്ക് ഊഹിക്കാം, നമ്മുടെ GCC രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സൗദി, ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ്, UAE 6ഓളം രാജ്യങ്ങളുണ്ട്. ഇവിടെ ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. ചില കണക്കുകൾ പ്രകാരം 30 തുടങ്ങി 50 ലക്ഷം വരെ മലയാളികളും അവരുടെ കുടുംബവും ഒക്കെ അവിടെയുണ്ട്. അപ്പം അങ്ങനെ മലയാളികളുടെ സുരക്ഷ അവരുടെ എല്ലാം ഈ രാജ്യമായിട്ടുള്ള ബന്ധങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ മലയാളികളുടെ ഒരു ഓവർ പ്രസൻസ് GCC രാജ്യങ്ങളിലുണ്ട്. GCC രാജ്യങ്ങളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് മലയാളികൾക്ക് ബാധിക്കാറുണ്ട്. ഇപ്പോൾ ഗൾഫ് യുദ്ധ സമയത്ത് മലയാളികളുടെ സുരക്ഷ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പോൾ അടുത്തിടെ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ മലയാളികൾ പല ഭാഗത്തും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മലയാളികളുടെ ഒരു സുരക്ഷയും അവരുടെ ഇതൊക്കെ GCC രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ GCC രാജ്യങ്ങളിൽ പ്രസൻ്റായ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതലുള്ള അല്ലെങ്കിൽ ഒരു ലാർജ് സെക്ഷനുള്ള പോപ്പുലേഷനാണ് മലയാളികൾ. അപ്പോൾ കേരളം ഇന്ത്യയുടെ ബന്ധത്തെ, അവിടെ GCC നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നമുക്കത് കാണാം. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയം വരുമ്പോൾ പാലസ്തീൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള റാലികളുമെല്ലാം, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു ട്രാൻസ് കണക്ഷൻ്റെ ഭാഗമാണ്. ഇനി അടുത്ത സംസ്ഥാനം നോക്കുകയാണെങ്കിൽ തമിഴ്നാട്. അപ്പോൾ തമിഴ്നാടിൻ്റെ മാപ്പ് നോക്കുക, ഇന്ത്യയുടെ എക്സ്ട്രീം സൗത്താണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന തമിഴർ ശ്രീലങ്കയിലുണ്ട്. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധത്തെ ശരിക്കും തമിഴ്നാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീലങ്കയിലെ തമിഴരെ വിവേചനം ചെയ്തപ്പോൾ അന്ന് ഇന്ത്യ ശ്രീലങ്കയിലെ തമിഴരെ സഹായിക്കാൻ വേണ്ടി തമിഴ് പുലികളെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ശ്രീലങ്കയിലെ തമിഴരുടെ വിഷയം നമ്മുടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു ഡൊമസ്റ്റിക് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് ശ്രീലങ്ക എന്ന രാജ്യത്തോടുള്ള നയം അത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളായ DMK, AIADMK ഒക്കെ വ്യക്തമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ശ്രീലങ്കയിലെ ഇതുമായിട്ട് വളരെയധികം ബന്ധം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ ഫോറിൻ പോളിസീനെ, പ്രത്യേകിച്ച് ഈ ശ്രീലങ്ക ഭാഗത്ത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒന്നാണ് തമിഴ്നാട് ഡൊമസ്റ്റിക് പൊളിറ്റിക്സും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തത് ഇന്ത്യയുടെ കിഴക്കായിട്ട് നമ്മുടെ ബംഗാളാണ്. അപ്പോൾ ബംഗാൾ ബോർഡർ ഷെയർ ചെയ്യുന്നത് ബംഗ്ലാദേശായിട്ടാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗാളും ബംഗ്ലാദേശും തമ്മിൽ ഭയങ്കര പീപ്പിൾ ടു പീപ്പിൾ റിലേഷനുണ്ട്. ബംഗാളിൽ നിന്ന് കുറേ പേര് അവിടെ പോകാറുണ്ട്, അവരിവിടെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര സാംസ്കാരികമായ ഒരു ഭയങ്കര ഐക്യമൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബംഗ്ലാദേശുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ട്. കാരണം നമ്മുടെ ബോർഡർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോറസാണ്. ഈ ബോർഡറിൻ്റെ അവിടെ പുഴകളും അതുപോലെ തന്നെ ചതുപ്പും കാടൊക്കെയാണ്. അപ്പോൾ ശരിക്കും ഇഷ്ടം പോലെ ബംഗ്ലാദേശികൾ ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ എന്നൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ നമ്മുടെ ബംഗാളിലുള്ള മുഖ്യമന്ത്രി മമതാ ബാനർജി ബേസിക്കലി പലപ്പോഴും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ കമൻറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അതുപോലെ ബംഗാളിൽ നിന്ന് ഒഴുകുന്ന തീസ്ത നദി അത് പിന്നീട് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നുണ്ട്. അതിൻ്റെ ജലവിഭവം എങ്ങനെ പങ്കുവെക്കണമെന്ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ചർച്ച നടത്തുമ്പോൾ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ലിസൺ ചെയ്യുന്നത് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയാണ്. അപ്പോൾ രണ്ട് ബംഗാളുകളും തമ്മിൽ ആ രീതിയിലുള്ള ഒരു കൾച്ചറൽ ഇതുണ്ട്. പിന്നെ ഇല്ലീഗലായ ഇമിഗ്രേഷൻ ഉൾപ്പെടെ ഉള്ള പ്രശ്നങ്ങൾ അത് ഇന്ത്യ നേരിടുന്നൊരു സാമ്പത്തിക അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നമാണ്. അത് മെയിൻലി ബംഗാൾ ബോർഡർ വഴിയാണ്.
അപ്പോൾ അവിടെ കൂടെ പല ക്രിമിനൽ കാര്യങ്ങളും, ഇപ്പോൾ കള്ളക്കടത്തും ആയുധക്കടത്തും നോട്ട് കടത്തടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രീതി ഭയങ്കര പ്രശ്നമുള്ളൊരു റീജിയനാണത്. ഇനി നമ്മൾ വടക്ക് കിഴക്ക് നോക്കുകയാണെങ്കിൽ വടക്ക് കിഴക്കിലെ പല സംസ്ഥാനങ്ങളും മ്യാൻമാർ തമ്മിൽ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, ഈ 3 നാട് നോക്കുക. നാഗാലാൻഡിൽ നാഗന്മാരാണ് ഭൂരിപക്ഷം, നാഗവംശജർ. മണിപ്പൂരിൽ മെയ്റ്റികളും കുക്കികളുമാണ് ഭൂരിപക്ഷം. മിസോറാമിൽ മീസോകളാണ്. അപ്പോൾ ഈ മീസോകളും അതുപോലെ തന്നെ കുക്കികളും നാഗകളൊക്കെ അവർക്ക് സിമിലറായ ട്രൈബ്സ് മ്യാൻമാറിലുമുണ്ട്. അപ്പോൾ മ്യാൻമാറിലുമുണ്ട് കുക്കികളൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ ഈ സ്റ്റേറ്റ്സിൽ നിന്ന് മ്യാൻമാറിലേക്കുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. ഇനി അതുമാത്രമല്ല, ഇവിടെയും ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഒരു പ്രശ്നമായി വരാറുണ്ട്. മ്യാൻമാറിലെ പല റിബൽ ഗ്രൂപ്പുകൾ നമ്മുടെ വടക്ക് കിഴക്കുള്ള പല തീവ്രവാദ ഗ്രൂപ്പുകളെയും സഹായിക്കാറുണ്ട്. മ്യാൻമാറിലെ ജനങ്ങളുടെ കഷ്ടാവസ്ഥ നമ്മുടെ വടക്ക് കിഴക്കിൻ്റെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ മ്യാൻമാറിൽ ധാരാളം നിരപരാധികൾ കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ മിസോറാമിൽ ചിൻ കുക്കി വംശജർ ആണ് മീസോകൾ. അവർക്ക് അതിൻ്റേതായ വികാരം ഉണ്ടായി. ഇപ്പോൾ ബർമയിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ഒരു സെക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ മിസോറാമിലെ ജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ ആ എത്നിക് ടൈ ആണ്. സിമിലർലി മണിപ്പൂരിൽ ഇപ്പോൾ കഴിഞ്ഞ 1-2 കൊല്ലം കൊണ്ട് ഭയങ്കര കലാപം ഉണ്ടായിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയപരമായ വീഴ്ചയൊക്കെ ഉണ്ട്. അതിലുപരി അതിൽ ഇല്ലീഗലായ ഈ ബോർഡറിൽ വെപ്പൺസും ഡ്രഗ്സും കടത്തുന്നുമുണ്ട്. അപ്പോൾ അതിന് ഈ ട്രാൻസ്നാഷണൽ ബോർഡറുകൾ മെയ്റ്റി കുക്കി 2 ഗ്രൂപ്പിലും തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. രണ്ടും മ്യാൻമാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മ്യാൻമാറിൽ ഇഷ്യൂ മണിപ്പൂരിലെ ഡൊമസ്റ്റിക് രാഷ്ട്രീയത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സിമിലർലി നാഗാലാൻഡ്, കുറേ നാഗന്മാരുടെ സിമിലറായ വംശക്കാർ മ്യാൻമാറിലുണ്ട്. അത് ഇങ്ങോട്ടും സ്വാധീനിക്കുന്നുണ്ട്. ഇനി ആസാമും ത്രിപുരയും നോക്കുകയാണെങ്കിൽ ആസാമും ത്രിപുരയും ബംഗ്ലാദേശായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. അവിടെയും ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഒരു വലിയ ഇഷ്യൂ ആണ്. അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഈ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള വികാരം വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആസാമിലെ സ്റ്റുഡൻസ് മൂവ്മെൻ്റ് ഒക്കെ പതിറ്റാണ്ടുകൾ മുമ്പ് വന്നു. ഇന്നിപ്പോൾ ആസാമിലും ത്രിപുരയിലോടക്കം ഭയങ്കര ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് അവിടുത്തെ പൊളിറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കാണാം, നമ്മൾ ഏകദേശം ഒരു 5-6 സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറിയും പറഞ്ഞു. ചില സ്റ്റേറ്റ്സിന് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ ഡിസ്പ്രപ്പോർഷണൽ ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്റ്റേറ്റ് വിട്ടുപോയി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക.